എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് മെയ് മാസം 23-ാം തീയതിയിലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ പരീക്ഷയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ എല്ലാ ദിവസവും കൃത്യമായി പഠിക്കാനായി ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം: ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ സുസ്ഥിര കൃഷിക്കും ഭക്ഷ്യസുരക്ഷയ്ക്കുമുള്ള സംഭാവനകളെ മാനിച്ച് അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ പരമോന്നത പുരസ്കാരം. ഉത്തരം: അഗ്രിക്കോള മെഡൽ. അഗ്രിക്കോള മെഡലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള സുസ്ഥിര കൃഷിക്കും ഭക്ഷ്യസുരക്ഷയ്ക്കുമുള്ള സംഭാവനകളെ മാനിച്ച് ഐക്യരാഷ്ട്രസഭയുടെ FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ അടുത്തിടെ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ച പരമോന്നത പുരസ്കാരമാണ് അഗ്രിക്കോള മെഡൽ. അടുത്ത ചോദ്യം: ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകാനായി നടപ്പിലാക്കുന്ന പുതിയ സംവിധാനം. ഉത്തരം: പേഴ്സന്റൈൽ ത്രഷ്ഹോൾഡ് സംവിധാനം. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകാനായി നടപ്പിലാക്കുന്ന പുതിയ സംവിധാനത്തിന്റെ പേരാണ് പേഴ്സന്റൈൽ ത്രഷ്ഹോൾഡ് സംവിധാനം. അടുത്ത ചോദ്യം: ലോകത്തിലെ ഏറ്റവും അപകട ഭീഷണിയുള്ള ജോലികളിലൊന്നായ കൊമേഴ്ഷ്യൽ ഡൈവിംഗിൽ ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായ മലയാളി. ഉത്തരം: KV അതുല്യ. നമുക്കറിയാം, ഡൈവിംഗ് എന്ന് പറയുന്നത് തന്നെ കുറച്ച് ഭീഷണി അല്ലെങ്കിൽ അപകട സാധ്യതയുള്ളതാണ്. അതിൽ തന്നെ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതൽ ദൂരം താഴോട്ട് പോകുന്ന ഇതാണ്. അതിൽ ലൈസൻസ് നേടുന്ന, അതായത് കൊമേഴ്ഷ്യൽ ഡൈവിംഗിൽ ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായ മലയാളി, അതായത് ആദ്യ ഇന്ത്യൻ വനിതയാണ്, അത് ഒരു മലയാളി കൂടിയാണ്, അതാണ് KV അതുല്യ. അപ്പോൾ KV അതുല്യാണ് ആദ്യമായി ഇന്ത്യൻ വനിതയിൽ കൊമേഴ്ഷ്യൽ ഡൈവിംഗിൽ ലൈസൻസ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. അടുത്ത ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായി ഭരണനിർവഹണത്തിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം. ഉത്തരം: കേരളം. നമ്മൾ കഴിഞ്ഞ ദിവസം വയോജന വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം ഏതാണെന്ന് പഠിച്ചിരുന്നു. അതും നമ്മുടെ കേരളം തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ പുതുതായി നിലവിൽ വന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭരണനിർവഹണത്തിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. അടുത്ത ചോദ്യം: കേരള ഹൈക്കോടതിയിലെ പുതിയ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായത്. ഉത്തരം: അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. കേരള ഹൈക്കോടതിയിലെ പുതിയ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായാണ് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ. കഴിഞ്ഞ ദിവസം പുതിയ അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇത് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. അടുത്ത ചോദ്യം: മലയാളത്തിലെ ആദ്യത്തെ AI സിനിമ. ഉത്തരം: വാഗ്ദത്ത ഭൂമി. മലയാളം പൂർണ്ണമായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നിർമ്മിച്ച സിനിമയാണ് വാഗ്ദത്ത ഭൂമി. അടുത്ത ചോദ്യം: ലണ്ടൻ റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യൻ വനിത. ഉത്തരം: സൗമ്യ സ്വാമിനാഥൻ. ലണ്ടൻ റോയൽ സൊസൈറ്റിയുടെ ഫെലോ ആയി നിയമിച്ച രണ്ടാമത്തെ ഇന്ത്യൻ വനിതയാണ് സൗമ്യ സ്വാമിനാഥൻ. നമ്മുടെ സയന്റിസ്റ്റുകൾക്കെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെലോഷിപ്പാണ് ലണ്ടൻ റോയൽ സൊസൈറ്റിയുടെ ഫെലോഷിപ്പ്. അത് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യൻ വനിത സൗമ്യ സ്വാമിനാഥൻ. ആ സ്വാമിനാഥൻ എന്ന പേരിൽ ഒരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥന്റെ മകൾ കൂടിയാണ് ഈ സൗമ്യ സ്വാമിനാഥൻ. MS സ്വാമിനാഥനും ഈ ലണ്ടൻ റോയൽ സൊസൈറ്റിയുടെ ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. ആദ്യമായി ലഭിച്ച അച്ഛനും മകളും കൂടിയാണ് MS സ്വാമിനാഥനും സൗമ്യ സ്വാമിനാഥനും. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സൈനിക വിമാനം. ഉത്തരം: C-295. C-295 വിമാനമാണ് സ്വകാര്യ സൈനിക വിമാനം. ഇത് പൂർണ്ണമായും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഗുജറാത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സൈനിക വിമാനമാണ് C-295. അടുത്ത ചോദ്യം: കരിയർ ഗോൾഡൻ മാസ്റ്റേഴ്സ് നേടിയ രണ്ടാമത്തെ താരം. ഉത്തരം: ജാനിക് സിന്നർ. കരിയർ ഗോൾഡൻ മാസ്റ്റേഴ്സ് ടെന്നീസ് കിരീടം അല്ലെങ്കിൽ ടെന്നീസിൽ
കരിയർ ഗോൾഡൻ മാസ്റ്റേഴ്സ് നേടിയ രണ്ടാമത്തെ താരമാണ് ജാനിക് സിന്നർ. ആദ്യത്തെ താരം നൊവാക് ജോക്കോവിച്ച് ആയിരുന്നു. 2018 അദ്ദേഹം കരിയർ ഗോൾഡൻ മാസ്റ്റേഴ്സ് നേടിയത്. അതിനുശേഷം ആദ്യമായി മറ്റൊരു താരം കരിയർ ഗോൾഡൻ മാസ്റ്റേഴ്സ് നേടുന്ന രണ്ടാമത്തെ താരമായി മാറിയിരിക്കുന്നത് ജാനിക് സിന്നറാണ്. കരിയർ ഗോൾഡൻ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ 9 ATP 1000 ടൂർണമെൻറ്റുകൾ വിജയിക്കുന്ന വ്യക്തി നേടുന്നതാണ് കരിയർ ഗോൾഡൻ മാസ്റ്റേഴ്സ്. അത് ലഭിച്ചത് രണ്ടാമത്തെ താരമാണ് ജാനിക് സിന്നർ. ഇത്രയുമാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. എല്ലാ പരീക്ഷകൾക്കും ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ്. അത് എല്ലാ ദിവസവും കൃത്യമായി പഠിച്ച് അതിൽ നിന്നുള്ള മാർക്ക് ഉറപ്പിക്കാനായി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എല്ലാവർക്കും വിജയാശംസകൾ.